കുറച്ച് വെണ്ടക്കായ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെണ്ടക്കായ പല വിധത്തിലുണ്ടാക്കാം. വെണ്ടക്കായ തീയിലുണ്ടാക്കാം, വെണ്ടക്കായ ഫ്രൈ ചെയ്യുക, ഒക്കെ ചെയ്യാം. പക്ഷേ മസാല വെണ്ടക്കായ, അതായത് നോർത്ത് ഇന്ത്യയിലെ മസാല വെണ്ടക്കായ, അത് ഞാൻ ഈ കേരളത്തിൽ വന്നേ പിന്നെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. മറ്റേത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു ഉണ്ടാക്കാൻ. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു മസാല പിണ്ടി നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം. മുറിച്ചിട്ട് നമ്മളിതിനെ കീറും. ഒട്ടനെ ഇങ്ങനെ നീളനെ കീറണം കേട്ടോ. ഇതിലാണ് നമ്മൾ മസാല നിറയ്ക്കേണ്ടത്. താഴത്തേക്ക് എത്തണമെന്നില്ല, എന്നാലിതാ നല്ല പോലെ കീറി കേട്ടോ. ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. കുറച്ച് ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ജീരകപ്പൊടി ഇട്ടു, ഉപ്പ് കണക്കിലിടുക. നമ്മൾ ഏകദേശം വിചാരിച്ചിട്ട് ഇടുക കേട്ടോ ഉപ്പ്. ഇതാണ് ഉണങ്ങിയ മാങ്ങയുടെ പൊടിയാണ്. ഇത് ഞാൻ ഇപ്പോൾ റെഡിമെയ്ഡ് മേടിച്ചതാട്ടോ. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം. പക്ഷേ ഇത് മാങ്ങാപ്പൊടിയാണ്. അതൊരു ടീസ്പൂണിൽ കൂടുതൽ കേട്ടോ. ഒരു പുളിരസം വേണം, അതിന് വേണ്ടിയിട്ട് അതിട്ടു. ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതിയിട്ട്, അധികം ഒഴിക്കണ്ട. അതിനൊരു പേസ്റ്റ് ആക്കുക. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ വെണ്ടക്കായ എടുക്കുക. വെണ്ടക്കായ എടുത്തിട്ട് ഇതാ നമ്മൾ പൊളിച്ച് വെച്ചിട്ടില്ലേ അവിടെ നോക്കൂ, കൈ കൊണ്ട് തന്നെ എടുത്ത് ചെയ്യണം. അപ്പോൾ അതിൽ ശരിക്കും ഫില്ലാവും. മസാല ഫില്ല് ചെയ്യണം, മസാല കൊണ്ട് ഫില്ല് ചെയ്യണം കേട്ടോ. അവരൊക്കെ ടൊയിൻ കൊണ്ടാണ് കെട്ടുക, ഞാൻ ടൊയിൻ കൊണ്ട് കെട്ടണമെന്നില്ല. നമുക്കത് സിമ്മിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയില്ല. സോസ് പാനിൽ നല്ലപോലെ ഫ്രൈ. മസാല നിറച്ചാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. തീ കത്തിച്ച് സോസ് പാൻ വെച്ചു. കുറച്ച് ഏത് ഓയിൽ നിങ്ങളാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഓയിൽ ഒഴിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത് വെച്ചെങ്കിൽ ഈ മസാല പറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായ മിനിമം ഒരു 10 അരമണിക്കൂറൊക്കെ ഇരുന്നാൽ കൂടുതൽ നല്ലതാണ്. അപ്പം ഞാനത് അധികം നേരമൊന്നും വെച്ചിട്ടില്ല. എന്താ പൊട്ടിച്ചെടുക്കുന്നുണ്ട്, വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അരച്ച് ഇത് ഓരോന്നായിട്ട് എണ്ണ വാറ്റിയെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഭിണ്ടി ഫ്രൈ തയ്യാറായി. നല്ല ടേസ്റ്റാണ്, നല്ല മസാലയുടെ മണമുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇത് തൈരും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്, പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. എല്ലാത്തിനും ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഇതാണെങ്കിൽ നല്ല സ്വാദ, പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യോ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വില പിടിച്ചത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല എന്ന് നിങ്ങളുടെ സ്വന്തം സുലുവാനി ടീച്ചർ.